സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും അനധികൃതമായാണ് ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. കുട്ടികൾ പഠിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ അവർ സേഫ് ആണോ എന്ന് പോലും ചിന്തിക്കാതെയാണ് കുട്ടികളെ ട്യൂഷനും വിടുന്നത്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഓപ്പൺ ടെറസുകളിൽ ഷീറ്റിന് താഴെ ഇരുന്നവരെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെന്ററുകൾക്ക് പൂട്ടിടാനാണ് ഇനി തീരുമാനം. കോഴിക്കോട് ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാതല ശിശു സംരക്ഷണ സമിതി യോഗമാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. വീടുകളുടെ ടെറസിന് മുകളിൽ ആസ്പെറ്റോസ് കൊണ്ടുള്ള മേൽക്കൂര നിർമ്മിച്ചാണ് പല സ്ഥലങ്ങളിലും ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നത് എന്നത് ഇതിനോടകം കണ്ടെത്തിയിരുന്നു. കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിലാണ് പലതിന്റെയും പ്രവർത്തനം നടക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾ ഉടൻ അടച്ചുപൂട്ടണം. അല്ലാത്തപക്ഷം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരിശോധന നടത്തി അനധികൃത സ്ഥാപനങ്ങളെ കണ്ടെത്തണം. ട്യൂഷൻ കേന്ദ്രങ്ങളിൽ DJ പാർട്ടി പോലെ വലിയ ആഘോഷ പരിപാടി നടത്തുകയാണെങ്കിൽ അക്കാര്യം അതത് പോലീസ് സ്റ്റേഷനിലോ ഗ്രാമപഞ്ചായത്തിലോ അറിയിക്കണം. സ്കൂൾ ജാഗ്രതാ സമിതികൾ യോഗം വിളിച്ച് കുട്ടികൾ ഉൾപ്പെടുന്ന ലഹരി ആക്രമണ വിഷയങ്ങൾ ചർച്ച ചെയ്യണം തുടങ്ങിയ തീരുമാനങ്ങളാണ് യോഗം കൈക്കൊണ്ടത്. കുട്ടികൾ നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ 1098 എന്ന ചൈൽഡ് ലൈൻ നമ്പർ വഴി അധികൃതരെ അറിയിക്കാം. ഇതിനായി 1098 എന്ന ചൈൽഡ് ലൈൻ നമ്പറും ഏതൊക്കെ വിഷയങ്ങളിൽ ചൈൽഡ് ലൈനിൽ വിളിക്കാമെന്നും അറിയിച്ചുള്ള വലിയ ബോർഡ് ജില്ലയിലെ എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്വകാര്യ സ്കൂളുകളിലും അംഗീകൃത ട്യൂഷൻ സെന്ററുകളിലും പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്വകാര്യ ഭേദമന്യേ എല്ലാ സ്കൂളുകളിലും കൗൺസിലർമാരെ നിർബന്ധമായി നിയമിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. പഞ്ചായത്ത് രാജ് ചട്ടമനുസരിച്ച് ട്യൂഷൻ കേന്ദ്രങ്ങൾ രജിസ്റ്റർ ചെയ്യണം. എന്നാൽ ജില്ലയിൽ പല ട്യൂഷൻ കേന്ദ്രങ്ങളും രജിസ്ട്രേഷൻ ഇല്ലാതെ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് അടിസ്ഥാന ആവശ്യമായ മൂത്രപ്പുരയോ ഫാനോ മറ്റു സൗകര്യങ്ങളോ ലഭ്യമല്ലെന്ന് കളക്ടർ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തവർ പരാതി ഉന്നയിച്ചു. ഒരു മാസം മുൻപ് താമരശ്ശേരിയിലെ അനധികൃത ട്യൂഷൻ സെന്ററുകൾ പൂട്ടാൻ ഉത്തരവിറങ്ങിയിരുന്നു. കോഴിക്കോട് DEO ആണ് ഉത്തരവിട്ടത്. 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് മർദ്ദനമേറ്റ് മരിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നടപടി. താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിയെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് ഷഹബാസ് കൊല്ലപ്പെട്ടത്. എലൈറ്റ് വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡാൻസ് കളിക്കുന്നതിനിടെ പാട്ട് നിന്നുപോവുകയും ഇതിനെ തുടർന്ന് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂവി വിളിക്കുകയും ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന്റെ തുടക്കം. ഇതിന്റെ പേരിലാണ് വീണ്ടും വലിയ സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷഹബാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. മാരകായുധം കൊണ്ടുള്ള അടിയേറ്റ് തലയോട്ടിയിൽ പൊട്ടലുണ്ടായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ ഞെട്ടിപ്പിക്കുന്ന ഇൻസ്റ്റഗ്രാം ചാറ്റുകളും പുറത്തുവന്നിരുന്നു. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, അവന്റെ കണ്ണു പോയി നോക്ക് എന്നും അവരല്ലേ ഇങ്ങോട്ട് അടിക്കാൻ വന്നത്, കേസൊന്നും ഉണ്ടാകില്ല എന്ന് പറയുന്ന വോയിസ് ചാറ്റാണ് പുറത്തുവന്നത്. കേസിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികളെ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരെ കടുത്ത പ്രതിഷേധവും ഉയർന്നിരുന്നു.